CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഏറ്റവും പ്രധാനമായും കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട EDയുടെ കുറ്റപത്രം BJP നേതാക്കളെ വെള്ളപൂശുന്ന കുറ്റപത്രത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരണം നടത്തുന്നു. BJP നേതാക്കളെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് ED നടത്തിയത് എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറയുകയാണ്. ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യമായ അവസ്ഥ ED നേരിടുന്നു. EDയുടെ ഇത്തരം പ്രവണതകൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനായി തീരുമാനിച്ചിട്ടുണ്ട് എന്നതുകൂടി ഗോവിന്ദൻ മാസ്റ്റർ അറിയിക്കുകയാണ്. 29-ാം തീയതി കൊച്ചിയിലെ ED ഓഫീസിലേക്ക് പ്രതിഷേധ സംഗമം നടത്തും. രാഷ്ട്രീയപരമായി എതിർദിശയിൽ നിൽക്കുന്നവരെ തേടിപ്പിടിച്ച് ആ നിലയിലുള്ള പ്രതികാര നടപടി, കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടി നടത്താനുള്ള ഒരു ഏജൻസിയായി ED മാറുന്നതിനെതിരെ കൂടിയാണ് ഗോവിന്ദൻ മാസ്റ്റർ രൂക്ഷമായ ഭാഷയിൽ പ്രതികരണം നടത്തുകയും ചെയ്യുന്നത്. മുൻപ് കരുവന്നൂരിന്റെ പേരിൽ CPIM നേതാക്കളെ വേട്ടയാടുകയാണ് ED ചെയ്തത്. CPIM നേതാക്കളെയും പ്രവർത്തകരെയും ED വേട്ടയാടി, പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടുകെട്ടി, സംസ്ഥാന കമ്മിറ്റിയുടെ അക്കൗണ്ട് പോലും മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ കൊടകരയിലേക്ക് വരുമ്പോൾ BJPയുടെ പാർട്ടി ഓഫീസിലേക്ക് ചാക്കിൽ കെട്ടിയ കുഴൽപ്പണം കൊണ്ടുവന്നത് കണ്ടു എന്ന വ്യക്തമായ മൊഴി ഉണ്ടായിട്ട് പോലും അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ ED തയ്യാറായില്ല എന്നതുകൂടി ഗോവിന്ദൻ മാസ്റ്റർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിജിൻ വായാന്തോട് ചേരുകയാണ്. വിജിൻ, EDയുടെ നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രതിഷേധ മാർച്ച് തന്നെ ED ഓഫീസിലേക്ക് നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളത് കൂടിയാണ് ഗോവിന്ദൻ മാസ്റ്റർ വിശദീകരിക്കുന്നത്. വിശദമായ വിവരങ്ങൾ. തീർച്ചയായും ഈ കൊടകര കുഴൽപ്പണ കേസിൽ 29-ന് വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് ഇക്കാര്യത്തിൽ CPIM തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുകയാണ്. എന്തായാലും ED നൽകിയിരിക്കുന്ന കുറ്റപത്രം അത് BJPയെ സംരക്ഷിക്കാനാണ്, BJP നേതാക്കളെ സംരക്ഷിക്കാനാണ്. CPIMനെ നിരന്തരം കരുവന്നൂർ കേസിലുൾപ്പെടെ വലിയ വേട്ടയാടൽ നടത്തിയതാണ്. CPIM നേതാക്കളെ ഉൾപ്പെടെ ദിവസങ്ങളും മാസങ്ങളും ജയിലിൽ കിടത്തിയാണ്. അതുമായി ബന്ധപ്പെട്ട് പല നേതാക്കളെയും ചോദ്യം ചെയ്യുകയും വീണ്ടും വിളിച്ചു വരുത്തുകയും പാർട്ടിയുടെ അക്കൗണ്ടുകൾ പോലും മരവിപ്പിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ സുരേന്ദ്രനെയും അതുപോലെ തന്നെ മറ്റ് നേതാക്കളെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് നിലവിൽ ED ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഹോട്ടൽ തുടങ്ങാൻ ആണ് പണം എത്തിച്ചത് എന്നാണ് ED പറയുന്നത്. എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഈ കാര്യം എന്നുള്ളതാണ്. ഈ കേസിൽ പണം കൊണ്ടുവന്നത് ഒരു ഡ്രൈവറാണ്. ഇത്രയും കോടിക്കണക്കിന് രൂപ ഒരു ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തുവിടും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. BJPയുടെ തൃശ്ശൂർ ജില്ലാ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷ് തന്നെയാണ് കോടിക്കണക്കിന് രൂപ ചാക്കുകളിലാക്കി BJPയുടെ ഓഫീസിൽ എത്തിച്ച എന്ന മൊഴി നൽകിയിട്ടുള്ളത്. ഇയാളിൽ നിന്ന് മൊഴിയെടുക്കാൻ പോലും ED തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. തുടരന്വേഷണം ഇപ്പോഴും നടത്തുന്നുണ്ട് പോലീസ്. അതിൻ്റെ കുറ്റപത്രവും അല്പസമയം മുമ്പ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇതിൽ പറയുന്നത് തിരൂർ സതീശിൻ്റെ മൊഴി വിശ്വാസത്തിലെടുക്കാമെന്നാണ്. പക്ഷേ ഇത്രയും വലിയൊരു കേസിൽ ഇത്രയും വലിയൊരു മൊഴിയുണ്ടായിട്ടും ഒരു വെളിപ്പെടുത്തലുണ്ടായിട്ടും അക്കാര്യത്തിൽ ED ആ വെളിപ്പെടുത്തിയയാളുടെ കയ്യിൽ നിന്ന് മൊഴിയെടുക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളത് EDയുടെ രാഷ്ട്രീയ പ്രേരിതമായ നീക്കങ്ങൾ വ്യക്തമാക്കുന്നതാണ്, BJPയെ സംരക്ഷിക്കാനുള്ള നിലപാട് വ്യക്തമാക്കുന്നത്. എന്തായാലും EDയും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളും ഈ BJPക്ക് വേണ്ടി ഓരോ പ്രവൃത്തിയും ചെയ്യുന്ന കൂട്ടമായി എന്നുള്ള CPIMൻ്റെ ആരോപണങ്ങൾ അത് പൂർണ്ണമായും വ്യക്തമാക്കുന്നത് തന്നെയാണ്. അത് പൂർണ്ണമായും അംഗീകരിക്കപ്പെടുന്നതാണ് EDയുടെ നിലവിലെ നടപടി എന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിനെതിരായി വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നിലവിൽ CPIM തീരുമാനിച്ചിട്ടുള്ളത്. ബ്രാഞ്ച് തലം മുതൽ ഏരിയ തലങ്ങളിലും ഒപ്പം തന്നെ ജില്ലാ കേന്ദ്രങ്ങളിലും ഉൾപ്പെടെ വലിയ തരത്തിലുള്ള പ്രതിഷേധ സംഗമം നടത്തും. ഒപ്പം തന്നെ കൊച്ചിയിലെ ED ഓഫീസിൽ 29-ന് പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധ സംഗമം CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനാണ് ഉദ്ഘാടനം ചെയ്യുക. എന്തായാലും മറ്റ് വിഷയങ്ങളിൽ ആശാസമരത്തിൽ ഉൾപ്പെടെയുള്ള നിലപാടും ഗോവിന്ദൻ മാസ്റ്റർ ആവർത്തിച്ചു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനാണ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക. ആരുടെ സമരം ആ സമരം ന്യായമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരാണ് നിലപാട് സ്വീകരിക്കേണ്ടത്. കേന്ദ്ര സർക്കാരാണ് ആശമാരുടെ വിഹിതം കൂട്ടി നൽകേണ്ട കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന സമരവും കേന്ദ്ര സർക്കാരിനെതിരായ സമരം തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ്. എന്തായാലും ഏറ്റവും അവസാനം ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയത് ഈ ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറിക്കെതിരായ കറുത്തതിൻ്റെ പേരിൽ അവഹേളനം നേരിട്ടു എന്ന ചീഫ് സെക്രട്ടറി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കറുപ്പ് ഒന്നിനും കുറവ് വരുത്തുന്നില്ല, ഒരു കഴിവിൻ്റെയും ഒപ്പം തന്നെ മറ്റുള്ള ശേഷിയുടെയും മാനദണ്ഡം അല്ല ഒരു നിറം എന്ന് പറയുന്നത് അത് വെറും നിറം മാത്രമാണ്. എല്ലാവർക്കും ഉള്ള ശേഷി കറുത്തവർക്കുമുണ്ട്. ആ കറുത്തതിനെ എങ്ങനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല, അത് ജീർണതയുടെ ഭാഗമാണ്. ഫ്യൂഡൽ ജീർണത നിലനിൽക്കുന്ന മനസ്സുകളാണ് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. പണ്ട് കാലത്ത് ഈ
മണ്ണിൽ പണിയെടുക്കുന്നവരും ഒപ്പം തന്നെ തൊഴിലാളികളുമൊക്കെ വെയിലുകണ്ട് കറുത്തവരെ അവരെ മാറ്റി നിർത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അത് പതുക്കെ മാറി വന്നു. പൂർണ്ണമായും ഈ ജീർണത മാറിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ചീഫ് സെക്രട്ടറിക്ക് തന്നെ ഇക്കാര്യത്തിൽ തുറന്നു പറയേണ്ടി വന്ന സാഹചര്യമെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നു. ആ ജീർണതയുള്ള മനസ്സുകളെയാണ് മാറ്റേണ്ടത്, അതിനാവശ്യമായ ഇടപെടലാണ് നടത്തേണ്ടത് എന്ന കാര്യവും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നു. വസുധ. ശരി, വിജയൻ വായാന്തോടാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത് ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനത്തിന്റെ.